സത്യം പറഞ്ഞ പണ്ട് കാലത്ത് എന്തുമാത്രം സിനിമ ഞാൻ എടുത്ത അതെല്ലാം മൺമറഞ്ഞു പോയി. എന്തൊക്കെ ഫ്രെയിമുകളായിരുന്നു, എന്തൊക്കെ ലൊക്കേഷനായിരുന്നു. ഓ എന്റെ ദൈവമേ, ഇതാണ് ഫ്രെയിം, കീച്ചൻ ഫ്രെയിം. കൊള്ളാം കൊള്ളാം. ചുമ്മാ ആ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ വീട്ടിലെ പെണ്ണ് താമസം മാറിപ്പോയി. ഇപ്പൊ അതിന് മുത്തശ്ശി മാത്രമേ ഉള്ളൂ അവിടെ. എടി ആര് പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കുവാന്ന്? എടി ആര് പറഞ്ഞു ഞാൻ ആ കൊച്ചിനെ നോക്കുവാന്ന്? അയ്യോ, ഇതൊക്കെ ആര് പറഞ്ഞു തരണം? എനിക്ക് അറിഞ്ഞോളൂ നിങ്ങൾ തനി സ്വഭാവം. എടി നിനക്കിപ്പോ എന്റെ ഒരു വിലയില്ല. പണ്ട് കാലത്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു സംവിധായകനായിരുന്നു. എത്ര ഹിറ്റ് അടിച്ച കൈകളാന്ന് അറിയാവോ ഇത്? എന്നിട്ടിപ്പോ എന്തായി? ഈ കയ്യും വെച്ചോണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പൊ പാറ്റയ്ക്ക് ഹിറ്റ് അടിച്ചോണ്ട് നടക്കുന്നത്? എടി അത് ടച്ച് പോയിരിക്കാൻ വേണ്ടിയല്ലേ. എടി പണ്ടും ഇന്നും എന്നും ഫ്രെയിമുകൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. പല ഫ്രെയിമുകളെ പഴയ കഥകളൊക്കെ കുത്തിപ്പൊക്കി വരുന്നുണ്ട്, സൂക്ഷിച്ചാ കൊള്ളാം. നീ നിന്റെ വായും വെച്ചോണ്ടൊന്നും ഉണ്ടായിരിക്കാവോ? എടി അതല്ലൊന്നും എത്ര വർഷമായിട്ട് ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ട് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആക്ഷനും കട്ടും പറയാൻ കൊതിയാവോ? അയ്യോ, നിങ്ങൾക്ക് ഇപ്പൊ ഈ പ്രാന്ത് മാത്രമേ ഉള്ളോ? അടുക്കളയിൽ സാധനങ്ങൾ മൊത്തം തീർന്നിരിക്കുക. ഞാനൊരു കാര്യം പറഞ്ഞില്ലാന്ന് വേണ്ട, ചോറും കറി ഞാൻ ഇനി വീട്ടിൽ വെക്കൂല, മൊത്തം ആക്ഷൻ കാണിക്കത്തുള്ളൂ. എന്ന് വെച്ചാലേ 3 നേരം ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ, അത് കട്ട്. അങ്ങനെയാണെന്ന് നീ നിന്റെ കൂടും കുടുക്ക എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം നിന്റെ വീട്ടിലേക്ക്. പായ്ക്കാം അതാ നല്ല പായ്ക്കാം.